ഇന്ന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് രാവിലെ കഴിക്കേണ്ട ഭക്ഷണങ്ങളെല്ലാം ഞാൻ ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ ഈ ഒരു ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ പട്ടിണി കിടക്കണം എന്നുള്ളതുകൊണ്ട് രാവിലെ ഒരു 7 മണി ആയതും 2 പുഴുങ്ങിയ മുട്ടയും ഒരു പുഴുങ്ങിയ പഴവും കഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് തുടങ്ങിയത്. പക്ഷേ സമയം ഒരു 11 മണി ആയതും എനിക്ക് ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി. പക്ഷേ ഇന്ന് ഞാൻ വൈകുന്നേരം വരെ ഒന്നും കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ ഒരു കുപ്പിയിലുള്ള വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ എന്റെ വിശപ്പ് മാറ്റുന്നത്. പക്ഷേ സമയം ഒരു ഉച്ചയായപ്പോൾ എന്റെ വിശപ്പ് കുറച്ചും കൂടെ ഒന്ന് കൂടാൻ തുടങ്ങി. അതുകൊണ്ട് ആ ഒരു വിശപ്പ് മാറ്റാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഉച്ച സമയത്ത് ബെഡൊക്കെ ഒന്ന് നേരെ വിരിച്ചെടുത്തതിന് ശേഷം വൈകുന്നേരം വരെ ഞാൻ മിണ്ടാതെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീറ്റത് വൈകുന്നേരം ഒരു 5:30 മണി ആയപ്പോഴാണ്. എണീറ്റതും വേഗം പോയെന്ന് കുളിച്ചതിന് ശേഷം രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് വയറത്തെ ഗ്യാസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടി ഈ ഒരു ഇഞ്ചിച്ചാറ് ഉണ്ടാക്കി കുടിച്ചിട്ടാണ് ഞാൻ എന്റെ വയറിനെ ഒന്ന് റെഡിയാക്കി എടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് സമയം രാത്രി ഒരു 7:30 ആയത് ഞാൻ കടയ്ക്ക് പോയി ഒരു നൂഡിൽസ് വാങ്ങിയിട്ട് വന്ന് ആ ഒരു നൂഡിൽസിനെയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇന്ന് രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഞാനിന്ന് കഴിച്ചത് രാത്രി 8 മണിക്കാണ്. അതിനുശേഷം അമ്മ എന്റെ ഇന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പാത്രങ്ങൾ ഞാൻ ഭക്ഷണം വെക്കാൻ എടുക്കണ്ടെങ്കിൽ ആ പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ വേണം ഒറ്റയ്ക്ക് കഴുകി വെക്കാന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഭക്ഷണം വെക്കാൻ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴുകി വെക്കണം. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് കുറച്ചു നേരം ഒന്ന് സ്ഥിരം വായിക്കുന്ന ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നതും സമയം ഒരു 10 മണി ആയതും വീട്ടിലുള്ള എല്ലാവരും ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. അങ്ങനെ ഇപ്പൊ എല്ലാവരും ഉറങ്ങിയതുകൊണ്ട് വീട് മൊത്തം സൈലന്റ് ആയി. ഞാൻ മാത്രം ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ കുറച്ചു നേരം യൂട്യൂബിൽ സിനിമയും കണ്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ 12:45 ഭക്ഷണം കഴിക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ എന്തുണ്ടാക്കി കഴിക്കുന്ന ആലോചിച്ച് വെറുതെ ഈ ഒരു ബക്കറ്റ് തുറന്ന് നോക്കിയപ്പോഴാണ് ബക്കറ്റ് ഫുള്ളും അമ്മ നിറച്ച് വെച്ച ഗോതമ്പ് പൊടി ഞാൻ കണ്ടത്. എന്നാ പിന്നെ ഇപ്പൊ കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് രാത്രി 1 മണി സമയത്ത് വീട്ടിന്റെ മേലെ പോയിരുന്ന് മഞ്ഞും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിനുശേഷം നേരെ വീട്ടിൽ കയറി സൗണ്ട് ഉണ്ടാക്കാതെ പതുക്കെ അടുപ്പ് കത്തിച്ച് 2 ചപ്പാത്തിയും ഉണ്ടാക്കിയതിന് ശേഷം ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ ഈ ഒരു മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ ഒരു സമയത്താണെങ്കിൽ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങണതുകൊണ്ട് ഞാനിപ്പോ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയാൽ ഞാൻ ഈ ഒരു നടുരാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. അതുകൊണ്ട് പരമാവധി സൗണ്ട് ഉണ്ടാക്കാതെ ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ചതിന് ശേഷം ഇനി 4 മണിക്ക് ചായ കുടിക്കാൻ എണീറ്റാ പോലെ അതുവരെ കുറച്ച് കിടക്കാന്ന് വിചാരിച്ച് ഫോണിൽ 4 മണിക്ക് അലാറാമും വെച്ച് ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി. അതിനുശേഷം കറക്റ്റ് 4 മണിക്ക് അലാറാം അടിച്ചതുകൊണ്ട് ഞാൻ വേഗം എണീറ്റ് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു തീർത്തു. അങ്ങനെ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആവാൻ ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഇവിടെ വന്നൊന്ന് ഇരുന്നതും ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണൊക്കെ ഉറക്കം വന്ന് തൂങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഇവിടെ ഉറങ്ങി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.